അപ്പൊ സാധാരണക്കാരനായിട്ടുള്ള പല ആളുകളുടെയും വിചാരം എന്ന് പറയുന്നത് AI പഠിക്കാൻ പറ്റുന്നത് ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് മാത്രമാണെന്നുള്ളതാണ്. ഇപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കുന്നതിലും വളരെ വേഗത്തിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പല വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നും കിട്ടുന്ന റിപ്ലൈ എന്ന് പറഞ്ഞത് മനുഷ്യന്മാരുടെ അടുത്ത് നിന്നല്ല, AI-ന്റെ അടുത്ത് നിന്നാണ്. നമ്മൾ ഫോണിൽ റീല് കാണുന്നുണ്ട്, മ്യൂസിക് കേൾക്കുന്നുണ്ട്, ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. ഇതിന്റെ പിന്നിലൊക്കെ AI-യുടെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. സാധാരണക്കാരനായിട്ടുള്ള പല ആളുകളുടെയും വിചാരം എന്ന് പറയുന്നത് AI പഠിക്കാൻ പറ്റുന്നത് ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് മാത്രമാണെന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ChatGPT ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോ സ്മാർട്ട് ഫോണ് വന്ന സമയത്ത് എന്തവസ്ഥയാണ് ഉണ്ടായിരുന്നത്, അതേ അവസ്ഥയാണ് ഇപ്പോ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നോക്കി, ഇപ്പൊ സ്മാർട്ട് ഫോണിന്റെ അവസ്ഥ എന്താ? ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പൊ ഇതുപോലെ AI-ക്ക് വലിയൊരു ഭാവി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോ AI വളരെ വേഗത്തിൽ ബൂമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ വീഡിയോ ജനറേഷൻ, അതുപോലെ പോസ്റ്റർ ജനറേഷൻ, അങ്ങനെ പുതിയ പുതിയ ആപ്പുകൾ വരുന്നു അല്ലെ. അപ്പോ AI പഠിക്കുകയാണ് എങ്കിൽ ഇപ്പൊ പഠിക്കണം, ഇപ്പൊ ബെസ്റ്റ് ടൈമാണ്. ഇപ്പൊ പഠിച്ചാൽ AI-യിൽ എന്തായാലും പെട്ടെന്ന് തന്നെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.